അയ്യോ, ഇവനിതെന്ത് പറ്റി? ഇവൻ സാമിയാവാൻ തീരുമാനിച്ച നല്ല ആളുകളെ പറ്റിക്കേണ്ട പരിപാടിയെല്ലാം തന്നെ എന്തോ. ഇന്നലെയും കൂടി ഞാൻ അവനോട് സംസാരിച്ചു. ഉണ്ണിക്കുട്ടാ, ഇവൻ എന്തിനു പറ്റിയോന്താ? ഉണ്ണി, നിനക്ക് എന്തിനാ പറ്റിയത്? ഒന്നും പറയണ്ടെന്നാ. ഇന്നലെ ഞാൻ SIക്ക് ഓട്ടം പോയി. അവിടെ മൂത്രമൊഴിക്കാന്ന് പറഞ്ഞ് പോയി എന്നാ. അവിടെ ആകപ്പാടെ ഇത്രയും ജനം പറഞ്ഞെടുത്ത് 3 മറ്റേ കൊടുക്കാൻ പറ്റിയാന്ന് വെച്ചിരിക്കുന്നു. നാറ്റം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ നാറ്റം. ഇത്രയും ജനം പറഞ്ഞെടുത്ത് ഈ 3 മതിയാണ്. അതിനകത്ത് പൈപ്പിനകത്ത് വെള്ളമില്ല, ഒന്നുമില്ല. ചുമ്മാ അല്ല, ഈ നേതാക്കന്മാരൊക്കെ അങ്ങ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി രോഗം മാറ്റാനും വേറെ ആശുപത്രിയിലും പോകണം. മാറ്റം വന്ന അപ്പം ഞാൻ വിചാരിച്ച് നല്ല ഓക്സിജൻ കിട്ടും. അതുകൊണ്ട് കുറച്ചു നേരം അമ്പലത്തിൽ പോയിട്ട് വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കാറുണ്ട്. നല്ല വായു കിട്ടണം, അല്ലെങ്കിൽ സത്വ മനുഷ്യൻ. അവര് പോണെങ്കിലേ അവരെ സ്വന്തം പൈസ എടുത്തല്ല പോണത്. ഇത് നാട്ടുകാരുടെ പൈസയും നീതി പണവും എല്ലാം എടുത്തും കൊണ്ടാണ് ഇവരങ്ങ് കറങ്ങാൻ പോണത്. നല്ല ആശുപത്രിയൊക്കെ നോക്കി. മനസ്സിലായില്ല? യവന്മാരെ സാധാരണ ജനങ്ങളുടെ നികുതി പൈസ എടുക്കാതെ ഇരുന്നാൽ യവന്മാർക്ക് അസുഖം വരും. അപ്പോഴേ യവന്മാര് SIT പോലുള്ള ആശുപത്രികളിൽ പോകും. യവന്മാർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും. അപ്പോഴേ അവര് ടോയ്ലറ്റിൽ പോവും. അവിടെ പോകുമ്പോഴറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്, നാറ്റവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും അവർക്ക്. നേതാക്കന്മാര് നന്നായാലേ നമ്മള് ഗവൺമെന്റ് ആശുപത്രിയും നന്നാവൂ. അതൊക്കെ നമുക്ക് പറയാനുള്ളതാണ്. ഇതുപോലെ പല അമ്പലങ്ങളിലെ മൂട്ടിൽ പോയി നോക്കണം, എത്ര ആൾക്കാർ നല്ല ശ്വാസം കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്നു. നമ്മളെയൊക്കെ വിധി ഇതുപോലത്തെ ആത്മരത്തിന്റെ ഡ്യൂട്ടി വരാതിന്, അല്ലാതെ നേതാക്കന്മാർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അണ്ണാ, നിങ്ങളെ മറ്റേ ബിജു ഉണ്ട് നമ്പർ? നിങ്ങളെ കൊണ്ടാണ് ബിജുവിന്റെ നമ്പർ എന്തുണ്ട്? ബിജു ഇപ്പൊ ഈ ഏരിയയിലെ കംപ്ലീറ്റ് പയ്യന്മാർക്ക് സംബന്ധം ആലോചിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എനിക്കൊരു പെണ്ണൂടെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനാ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? അണ്ണാ, ഒന്നും പറഞ്ഞ ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പിന്നെ മൈലാഞ്ചി കല്യാണം, ഇതൊക്കെ കണ്ടപ്പം ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് നീ പെണ്ണ് കിട്ടിയതുകൊണ്ട് നിനക്ക് പെണ്ണ് കിട്ടി. നിന്റെ സ്വഭാവത്തിന് ആരെങ്കിലും നിനക്ക് ഇന്ന് പെണ്ണ് അയക്കോടാ? പിന്നെ ഇന്ന് മഞ്ഞ കല്യാണം, ചവല കല്യാണം, പച്ച കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടക്കണം. ഇവര് 3-4 ദിവസം മെനക്കെട്ട് നടക്കണം. യവന്റെയൊക്കെ വീട്ടിൽ ചെന്ന് നോക്കണം എത്ര രൂപ യവന്മാര് കടക്കാരനായെന്ന്. മനസ്സിലായോ? ഈ മണ്ടൻ ചിന്താഗതിയും കൊണ്ട് നടക്കാതെ നീ കെട്ടിയ പെണ്ണിനെ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കടാ. അല്ല, ഈ നല്ല ചിന്താധികാരം എങ്ങോട്ട് പോണേ? നല്ല മുണ്ടൊക്കെ കൊടുത്ത് രാവിലെ. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു വീട് വയ്ക്കണം. 2 നില, ഒരു 5-6 കോടി രൂപയ്ക്ക് വരും. അത് പൈസ ഉള്ളവർ നടക്കുന്നത്. ഞാൻ അവന്റെ അടുത്ത് ഒരു 500 രൂപ ചോദിച്ചു, തന്നില്ല. നീ അതുകൊണ്ട് വിഷമിക്കാൻ നിൽക്കണ്ട. നീ അലക്സാണ്ടറുടെ കാര്യം, അലക്സാണ്ടർ നിനക്കറിയാമോ? നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള അലക്സാണ്ടർ അല്ല. ഓടെ എനിക്കറിയാം. പുള്ളിയാണെങ്കിൽ ലോകം മൊത്തം വെട്ടി കീഴ്പ്പെടുത്തിയിട്ട് ലോകത്തിൽ 100 തരി സ്വർണം പോലെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചാവ സമയത്ത് 2 കൈയും കാലും ഒക്കെ പുറത്തിട്ടാണ് കൊണ്ട്. ഈ ഡോക്ടർമാരുണ്ടായിട്ട് രോഗം പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ പൈസ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ആൾക്ക് ചുമ്മാ വെതറി കൊടുക്കുക. എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കോവിലിൽ വന്നിരുന്നിട്ട് ഈ വരുന്ന പാവങ്ങൾക്ക് 500 രൂപ ഞാൻ കൊടുക്കുമായിരുന്നു. നമുക്കൊരു കാലം വരുവാ, അപ്പൊ നമുക്ക് ഭാര്യ എറിയാം. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധമാണ്. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അങ്ങ് പാവങ്ങൾക്ക് കൂടും. അത് പണ്ടേ അങ്ങനെ ഉണ്ടേ. ഞാൻ അറിയാന്നുള്ളവരെയിൽ ദൈവം കൊടുക്കൂലല്ലോ. ഞാനാണ് ആദ്യം കണ്ട എന്റെ തേങ്ങ എറിഞ്ഞോട്ട്. എനിക്ക് തറ തേങ്ങ. അയ്യോ, ഈ തേങ്ങ കൊണ്ട് അരച്ച് തിന്നണ നീ എന്ന് എന്റെ ഭാര്യയും മക്കളും വയറുകൾ കൊണ്ട് പൊട്ടാ. നീ കൊണ്ട് തിന്നു. എന്റെ ദേവി, ഈ തേങ്ങ തിന്നണ യവനും ഭാര്യയും മക്കളും എല്ലാം വയറിളകി പണ്ടാറടങ്ങി പൊട്ട.